Good morning, all. Good morning, ma'am. 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 കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? മിസ് എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇപ്പൊ എന്താണ് നമുക്ക് ഒരു ഡ്രഗ്സ് ഇൻഡസ്ട്രിയിൽ അല്ലെ എന്താണ് അത് മാനുഫാക്ചർ ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ ആ ഒരു മരുന്നുകൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത മരുന്നുകൾ സെയിൽ ചെയ്യണമെങ്കിലോ അല്ലെ അതല്ലെങ്കിൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലോ നമുക്ക് എന്താണ് രണ്ട് അപ്രൂവൽസ് ആണ് അല്ലെ ആവശ്യമുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഡ്രഗ് ലൈസൻസും രണ്ടാമത്തേത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും GMP. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ തന്നെ പഠിച്ചു അല്ലെ രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് അല്ലെ ഉള്ളത്. ജനറിക് ഡ്രഗ്സുകളുണ്ട്, പാറ്റന്റ് ഡ്രഗ്സ് അല്ലെ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സ് അല്ലെ. ജനറിക് ഡ്രഗ്സുകൾ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്തായി പാറ്റന്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്നറിയപ്പെടുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം വിപണിയിൽ നമ്മ വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ അതല്ലെങ്കിൽ ഷൂസ് നമ്മൾ കേട്ടിട്ടില്ലേ? ഷൂസ് ഒക്കെ തന്നെ അഡിഡാസ് ഉണ്ട് അല്ലെ. നോർമൽ ഷൂസ് ഉണ്ട്, അതൊരു എന്താണ് അഡിഡാസ്, പ്യൂമ, നൈക്ക് അങ്ങനെയുള്ള കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായി അവരുടെ ബ്രാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്താണ് ബ്രാൻഡഡ് ആയി അല്ലേ ആണോ? ബ്രാൻഡഡ് ഷൂസ് ആയി. അപ്പൊ അതിനെങ്ങനെയാണ് പൊതുവെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ബ്രാൻഡഡ് ഷൂസിന്റെ എന്തായിക്കോട്ടെ ഡ്രസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഷൂസ് ആയിക്കോട്ടെ ഹൈ ആയിരിക്കും അല്ലെ. റേറ്റും കൂടുതലായിരിക്കും, സ്റ്റാൻഡേർഡും കൂടുതലായിരിക്കും അല്ലെ, നിലവാരവും കൂടുതലായിരിക്കല്ലേ ജനറൽ പൊതുവായിട്ട് നമ്മൾ സാധാരണ വാങ്ങുന്ന സാധനങ്ങളിലും. അപ്പൊ അതേപോലെ തന്നെ എന്താണ് മരുന്നുകളിലും രണ്ട് തരത്തിലുള്ള അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന പാരസെറ്റാമോൾ തന്നെയാണെങ്കിൽ അതിൽ എന്തും കൂടി വരുന്നുണ്ട് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ അല്ലെ. എന്താണ് പാറ്റന്റ് ഡ്രഗ്സുകൾ വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കോസിന്, പാനഡോള്, കാൽപോള് അല്ലെ, ഡോളോ അതൊക്കെ എന്താണ് പാരസെറ്റാമോളിന്റെ തന്നെ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സുകളാണ് അല്ലെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെന്താ അങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ മരുന്നുകൾ കാണുമ്പോഴോ ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല അല്ലെ, ഇല്ല ആലോചിച്ചിട്ടില്ല ആരും. ഇല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായി പഠിക്കുന്നുണ്ട് അല്ലെ. ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും നമ്മുടെ നിത്യജീവിതത്തില് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും അല്ലെ. എന്നാലും പക്ഷെ നമ്മളിപ്പോ പഠിക്കുമ്പോഴാണ് അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ മരുന്നുകളുടെ കാര്യത്തിൽ തന്നെ കണ്ടില്ലേ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ജനറിക് ഡ്രഗ്സ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് മിസ് ഇപ്പൊ തുടങ്ങാട്ടോ, ഒരു മിനിറ്റ്.
Okay. Generic drugs. Generic drugs are the technical name of the raw material or chemical salt, which is common name of the particular drug. എന്താണ് ഒരു particular drugs ഒരു പ്രത്യേക മരുന്നിൽ അടങ്ങിയിരിക്കുന്ന റോ മെറ്റീരിയൽസ് നമ്മൾ പറയാറില്ലേ, കണ്ടന്റ് എന്ന് പറയാറില്ലേ, ഒരു മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയാറില്ലേ, നമ്മുടെ ആ ഒരു അസുഖത്തിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലെ, ആ ഒരു കണ്ടന്റ് അതല്ലെങ്കിൽ എന്താണ് ഓർ കെമിക്കൽ സോൾട്ട് അല്ലെ. നമ്മൾ ചില മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആ ലേബലിംഗിന്റെ ബാക്കിൽ തന്നിരിക്കുന്ന നോക്കിയിട്ടുണ്ടോ, ഏതൊക്കെ കണ്ടന്റ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നതും കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ടുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ അതില? അപ്പൊ നമുക്കറിയാം അല്ലെ, വേഗ പറഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും ജസ്റ്റ് യൂസ് ചെയ്യാണോ ചെയ്യുന്നത്, ഉപയോഗിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഇതൊന്നും നോക്കാറില്ല. എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ നിങ്ങൾ? എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ? നോക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ അതില് നിങ്ങൾ എന്താണ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടന്റ് നോക്കുമ്പോൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കെമിക്കൽ സോൾട്ട് എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മ ആ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമുമായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യണ്ടേ, ആഗിരണം ചെയ്യണം അല്ലെ, സോളുബിലിറ്റി ലയിക്കേണ്ടതാ. അതല്ലാണ്ട് അങ്ങനെ തന്നെ കിടക്കാൻ പാടുണ്ടോ? ഒരു നമ്മ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഡ്രഗ് അങ്ങനെ തന്നെ ലയിക്കാതെ അങ്ങനെ തന്നെ കിടക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ ആ ഒരു മരുന്നുകളെ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിനും അത് ലയിക്കുന്നതിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകള് കെമിക്കൽ സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കെമിക്കൽ സോൾട്ട് രൂപത്തിലേക്ക് ആക്കുന്നു. അപ്പൊ ആ ഒരു കെമിക്കൽ സോൾട്ടിന്റെ പേരിലോ ഒരു മരുന്നുകള് അറിയപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന റോ മെറ്റീരിയൽസ് അതായത് കണ്ടന്റോ അതല്ലെങ്കിൽ അതിലുള്ള കെമിക്കൽ സോൾട്ടിന്റെ പേരിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ആ ടെക്നിക്കൽ നെയിം ഉപയോഗിച്ചാണിട്ട് നമ്മൾ മരുന്നുകളെ വിളിക്കുന്നതിനെയാണ് ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെയോ? നമ്മ പറയാറില്ലേ അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റിന്റെ പേരിലാണ് ആ മരുന്ന് അറിയപ്പെടുന്നത് എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോ പറയാറില്ലേ എന്താ ഒരു മരുന്നില് ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റിന്റെയോ അല്ലെങ്കിൽ കെമിക്കൽ സോൾട്ടിന്റെയോ പൊതുവായ നാമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അല്ലെ, റോ മെറ്റീരിയൽസോ അതല്ലെങ്കിൽ കെമിക്കൽ സോൾട്ടിന്റെയോ പേരിൽ അറിയപ്പെടുന്നതാണ് ജനറിക് ഡ്രഗ്സ്. ഓക്കെയാണോ? ഇനി എല്ലാവരും മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ ഇത് താരതമ്യം ചെയ്ത് നോക്കാട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ്, these drugs when manufactured by different companies transform into a branded drugs അല്ലെ. ഈ മരുന്നുകൾ തന്നെ എന്താണ് പല കമ്പനീസ് ഡിഫറെന്റ് കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെ, എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് എന്തിലേക്ക് മാറുന്നു, ബ്രാൻഡഡ് ഡ്രഗ്സ് എന്നുള്ള നാമത്തിലേക്ക് മാറുന്നു. ഈ ഒരു ജനറിക് ഡ്രഗ്സുകൾ തന്നെ പെർട്ടിക്കുലർ കമ്പനിയിലെ ഒരു ഡിഫറെന്റ് കമ്പനീസ് ഉൽപ്പാദിക്കപ്പെടുമ്പോൾ അതായത് അവർ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ആ മരുന്നുകൾ എന്ത് പേരിലേക്ക് മാറുന്നു, ബ്രാൻഡഡ് ഡ്രഗ്സ് എന്നുള്ള പേരിലേക്ക് മാറുന്നു. ഓക്കെയാണോ? ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ നമ്മ ഒരു അഡിഡാസിന്റെ കമ്പനിയാണ് എന്താണ് നിർമ്മിക്കുന്നതെങ്കിൽ അതെന്തായി, ബ്രാൻഡഡ് ഷൂ ആയി അല്ലേ, ആണോ? ആണല്ലേ. അപ്പൊ എന്താ, അതൊരു പെർട്ടിക്കുലർ കമ്പനി ആ ഒരു ജനറിക് ഡ്രഗ്സുകൾ ഒരു പെർട്ടിക്കുലർ കമ്പനി മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നിർമ്മിക്കുമ്പോൾ അത് ജനറിക്കിൽ നിന്നുള്ള നാമത്തിൽ നിന്ന് മാറി ട്രാൻസ്ഫർ ചെയ്ത് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന നാമത്തിലേക്ക് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് ഫ്യൂ ജനറിക് ഡ്രഗ്സ് ആർ അറ്റാച്ച്ഡ് ബിലോ ഫോർ റെഡി റെഫറൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയും
നിങ്ങൾ എന്താണ് ജനറിക് ഡ്രഗ്സുകളും എന്താണ് അതിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സുകളും തമ്മിൽ ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ പേരുകളും നിങ്ങൾക്ക് എന്താണ് എക്സാമ്പിൾ തന്നിരിക്കുന്നു അല്ലെ. താഴെ നോക്കി ടൈപ്സ് നമുക്കറിയാം പലതരത്തിലുള്ള മരുന്നുകളുണ്ട് അല്ലെ. അനൽജസിക് ഉണ്ട് അല്ലെ. അനൽജസിക് കേട്ടിട്ടുണ്ടോ? അനൽജസിക് എന്ന് പറഞ്ഞാല് പെയിൻ കില്ലേഴ്സിന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ്. പെയിൻ കില്ലേഴ്സിന് അല്ലെ പെയിൻ റിലീഫിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് അനൽജസിക് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സുകൾ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ ആന്റിബയോട്ടിക്സുകൾ. പിന്നെ വിറ്റാമിൻസിന്റെ അല്ലെ അന്റാസിഡ് അല്ലെ പെന്റാസിഡ് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കേട്ടിട്ടില്ലെന്നോ. പെന്റാസിഡ് അല്ലെ അതെന്തിനു വേണ്ടിയിട്ടാ നമുക്ക് ഗ്യാസ്ട്രോമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ അല്ലെ ഗ്യാസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ് നമ്മളെ ബ്ലഡ് പ്രഷർ ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. എന്താണ് അനൽജസിക്, പെയിൻ കില്ലേഴ്സ്, ആന്റിബയോട്ടിക്സ്, ആന്റാസിഡ്സ് അല്ലെ വിറ്റാമിൻ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എന്താണ് ബ്ലഡ് പ്രഷർ ഡ്രഗ്സുകള്. അപ്പൊ ഫസ്റ്റ് വരുന്നത് അനൽജസിക്ക് തന്നെ എന്താണ് പാരസെറ്റാമോൾ. പാരസെറ്റാമോൾ നമുക്കറിയാം പല പേരുകൾ അറിയാം അല്ലെ. ഇതിലുള്ള പേരുകളെല്ലാം നിങ്ങൾക്ക് വീണ്ടും അറിയാലോ. വേറെ പേരുകൾ അറിയാലോ. ക്ലോസിൻ, പെനഡോൾ, കാൽപോൾ എന്നല്ലാണ്ട് മെഫ്താൾ അല്ലെ ഡോളോ, മെഫ്താൾ അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സുകളാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരസെറ്റാമോൾ. ഇത് എന്താണ് ഡൈക്ലോജസിക് എന്നറിയപ്പെടുന്നു. ഇതും എന്താണ് നമ്മൾ പെയിൻ കില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന തലവേദനയ്ക്കോ അതല്ലെങ്കിൽ ബോഡി പെയിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരസെറ്റാമോൾ. പാരസെറ്റാമോളിന്റെ കണ്ടന്റ് കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്താ യൂസ് ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബ്രാൻഡഡ് നെയിം ആണ് ഡൈക്ലോജസി. ഓക്കെ ആണോ? ഡൈക്ലോജസി. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ചിലപ്പോ ക്വസ്റ്റ്യൻ വരുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ. ഈ ബോക്സിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. മിക്കവാറും പാരസെറ്റാമോളും പിന്നെ ബി കോംപ്ലക്സ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ആന്റിബയോട്ടിക്സ് അല്ലെ. ആന്റിബയോട്ടിക്സ് അമോക്സിലിൻ ഒക്കെ നമ്മൾ പൊതുവായിട്ട് കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് അല്ലെ. ആന്റിബയോട്ടിക് ആയിട്ട് അല്ലെ കഫക്കെട്ട്, ചുമ അല്ലെ പനിയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെ കുട്ടികൾക്കാണെങ്കിൽ അല്ലെ. അപ്പൊ എന്താണ് അമോക്സിലിൻ. അമോക്സിലിന്റെ ബ്രാൻഡഡ് നെയിംസുകളാണ് LMX അല്ലെങ്കിൽ റിമോക്സ്. LMX അല്ലെങ്കിൽ റിമോക്സ്. അമോക്സിലിന്റെ ബ്രാൻഡഡ് നെയിമാണ് LMX അല്ലെങ്കിൽ റിമോക്സ്. അസിത്രോമൈസിൻ അസി കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും അസി? ചെറിയ കുട്ടികൾക്ക് തരാറുണ്ട് ഡോക്ടേഴ്സ് ആന്റിബയോട്ടിക് ആയിട്ട്. അസി അല്ലെങ്കിൽ അസിത്രാൾ അല്ലെ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അതൊക്കെ അസിത്രോമൈസിന്റെ ബ്രാൻഡഡ് നെയിംസുകളാണ് അസി, അസിത്രാൾ. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ വിറ്റാമിനിലെ ഫോളിക് ആസിഡിലെ പ്രഗ്നൻസി ടൈംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഗുളികയോ ഫോളിക് ആസിഡ് അല്ലെ. അപ്പൊ ഫോളിക് ആസിഡിന്റെ ബ്രാൻഡഡ് നെയിമാണ് ഫോളിവൈറ്റ്. എന്താണ് ഫോൾവൈറ്റ് സോറി കേട്ടോ. എന്താണ് ഫോളിക് ആസിഡിന്റെ ബ്രാൻഡഡ് നെയിമാണ് ഫോൾവൈറ്റ് അല്ലെ. നെക്സ്റ്റ് ബി കോംപ്ലക്സ് അല്ലെ. നമ്മൾ എന്താണ് നമ്മുടെ വായിലെ ചെറിയ കുരുക്കള് അല്ലെ നാവിലെ കുരുക്കളൊക്കെ വരുമ്പോ നമ്മൾ യൂസ് ചെയ്യാറില്ലേ ബി കോംപ്ലക്സിന്റെ കുറവ് കൊണ്ടാണെന്ന് പറയും അല്ലെ. കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും? അപ്പൊ ആ ഒരു ബി കോംപ്ലക്സിന്റെ ബ്രാൻഡഡ് നെയിമാണ് ബിക്കോസുൾ. എന്താണ് ബി കോംപ്ലക്സിന്റെ ബ്രാൻഡഡ് നെയിമാണ് ബിക്കോസുൾ. നെക്സ്റ്റ് അറ്റനലോൾ. അതായത് ബ്ലഡ് പ്രഷർ ഡ്രഗ് ആണ് അറ്റനലോൾ. അറ്റനലോളിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ നെയിമാണ് അറ്റേൻ. അറ്റേൻ എന്താണ് ബ്ലഡ് പ്രഷർ ഡ്രഗ് ആണ് അറ്റനലോൾ. അറ്റനലോളിന്റെ ബ്രാൻഡഡ് നെയിമാണ് അറ്റേൻ. ഓക്കെ ആണോ? ബ്ലഡ് പ്രഷർ ഡ്രഗ് ആയിട്ട്
ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് അറ്റനലോൾ. അറ്റനലോളിന്റെ ബ്രാൻഡഡ് നെയിമാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ ഇങ്ങനെ കിട്ടൂട്ടോ. ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി മാത്രം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ പാരസെറ്റാമോൾ നമുക്കറിയാം അല്ലെ, നമ്മ പൊതുവായിട്ട് അല്ലെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അല്ലെ. അതേപോലെ ആസിത്രോമൈസിൻ അല്ലെ, അമോക്സിലിൻ അല്ലെ, ഇതൊക്കെ നമ്മ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളല്ലേ, ഡ്രഗ്സുകളാണ് അല്ലെ. ബി കോംപ്ലക്സ്, ഫോളിക് ആസിഡ് അല്ലെ അല്ലേ. ഓക്കെ ആണോ? ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം, എന്താണ്? ഒരു മരുന്നിലെ ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന റോ മെറ്റീരിയൽ കണ്ടന്റിന്റെയോ അതല്ലെങ്കിൽ കെമിക്കൽ സോൾട്ടിന്റെയോ പേരിൽ ഒരു മരുന്നുകൾ അറിയപ്പെടുന്നതിനെയാണ് ജനറിക് ഡ്രഗ്സ്, അതല്ലെങ്കിൽ പറയുന്നതിനെയാണ് ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആ ഒരു ജനറിക് ഡ്രഗ്സ് തന്നെ പെർട്ടിക്കുലർ ഒരു കമ്പനിയിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്പനി മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ, നിർമ്മിക്കുമ്പോൾ അത് എന്താണ്? ജനറിക് ഡ്രഗ്സുകളിൽ നിന്ന് മാറി അതെന്തിലേക്ക് വരുന്നു? ബ്രാൻഡഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ പാറ്റന്റഡ് ഡ്രഗ്സ് എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് മിസ്, ഒരു നിങ്ങൾക്കൊരു ഡിഫറൻസ് ബ്രാൻഡഡ് ഡ്രഗ്സും പെർട്ടിക്കുലർ ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ മിസ് എടുത്തിട്ടത്? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീനില് ബ്രാൻഡ് ഡ്രഗ്സും കാണുന്നുണ്ടോ? ജനറിക് ഡ്രഗ്സും ബ്രാൻഡ് ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞെടുത്തിട്ടിരിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്നിട്ട് മിസ് നെക്സ്റ്റ് നമ്മുടെ പ്രിന്റിലുള്ള നെക്സ്റ്റ് എടുക്കാം കേട്ടോ. ബ്രാൻഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഒരു ഡ്രഗില് 2 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഒരെണ്ണം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നും രണ്ടാമത്തേത് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസും എന്നുമാണ് അറിയപ്പെടുന്നത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കാണുന്നില്ലേ? ക്ലിയർ അല്ല എന്നാണോ? കാണുന്നില്ല എന്നാണോ? കാണുന്നില്ല. മിസ് ഒന്നുകൂടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കട്ടെ കേട്ടോ. സ്ക്രീൻ ഷെയർ കേട്ടോ. മിസ് നോക്കട്ടെ കേട്ടോ. കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? കാണുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡ്രഗ്സില് 2 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോ പറയാറുണ്ട് അല്ലെ, ഇൻഗ്രീഡിയൻസ് ഇല്ലേ? ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ ഡ്രഗ്സില് 2 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, രണ്ടാമത്തത് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന കെമിക്കൽസ്, കണ്ടന്റുകൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ അസുഖം മാറ്റുന്നതിന് വേണ്ടി, തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടാവുമല്ലോ. അതാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആ ഒരു മരുന്നിന് ടേസ്റ്റ് കൂട്ടുക അല്ലെങ്കിൽ ഫ്ലേവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ലേ,
കളറിന് വേണ്ടി അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ, അതാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ആ ഒരു ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ? ഇഷ്യൂസ് അല്ല, എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇല്ല അല്ലെ. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് അല്ലെ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ തരുന്നത്, നമ്മുടെ അസുഖം മാറ്റുന്നത് അല്ലെ. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പൊ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിന്റെ എന്താണ് ടേസ്റ്റ് ഫ്ലേവർ ലഭിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും കളർ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു അസുഖത്തിന് വേണ്ടി അതിൽ ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കെമിക്കൽസിനെയൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണോ? ഇപ്പൊ നമ്മ എന്താണ് ORS ലായനിയൊക്കെ മേടിക്കാറുണ്ട് അല്ലെ. ഛർദി ഒക്കെ വരുമ്പോൾ വാങ്ങിക്കാറുണ്ടോ? ഇപ്പൊ അത് തന്നെ പല ഫ്ലേവേഴ്സിൽ ലഭിക്കുന്നുണ്ട് അല്ലെ നമുക്ക് അല്ലേ. പല ഫ്ലേവേഴ്സിൽ ലഭിക്കുന്നുണ്ട് അല്ലെ. ഓറഞ്ച് ഫ്ലേവർ ഉണ്ട് അല്ലേ. പിന്നെ അത് കൂടാതെ എന്താണ് അതേപോലെ കുഞ്ഞുങ്ങളുടെ ഒപ്പുള്ള സിറപ്പുകള് ഇല്ലേ പല ഫ്ലേവർ ലഭിക്കുന്നില്ലേ. അവർക്ക് എന്താണ് ആ ഒരു ടേസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. വാനില ഫ്ലേവർ ഉണ്ട് അല്ലെ. അവർക്ക് അത് ടേസ്റ്റ് ചിലപ്പോ ആ ഒരു കൊച്ചിന് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കില്ല അല്ലെ. അപ്പൊ അവർ ആ ഒരു മരുന്ന് അല്ലെങ്കിൽ ആ ഒരു സിറപ്പ് കഴിക്കില്ലായിരിക്കും. അപ്പൊ അവർക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവറുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കും അല്ലെ, കഴിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അല്ലെ രണ്ട് മരുന്നിലും അതായത് ബ്രാൻഡഡ് ഡ്രഗ്സിലും ജനറിക് ഡ്രഗ്സിലും അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന് ഡിഫറൻസസ് ഇല്ല. രണ്ടിലും ഒരേപോലെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സിന് ഹൈ കോസ്റ്റ് ആയിരിക്കും അല്ലെ, ഹയർ കോസ്റ്റ്. പക്ഷെ എന്താണ് ജനറിക് ഡ്രഗ്സിന് ലോവർ ഇൻ കോസ്റ്റ് ആണ് അല്ലെ, കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് ഇൻഷുറൻസ് കവറേജ് കവേർഡ് ഇൻ ഇഫ് നോ ജനറിക് ഫോം എക്സിസ്റ്റ്. അതായത് നമ്മുടെ ജനറിക് മരുന്നുകളുടെ ഫോമില് അതേപോലെ അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ ക്ലെയിം ചെയ്യപ്പെടുന്നുണ്ട്, അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ US വിപണിയില് അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റില് എന്താണ് ജനറിക് ഡ്രഗ്സുകളും ബ്രാൻഡഡ് ഡ്രഗ്സുകളും അതിന്റെ സെയിൽസിലോ അതല്ലെങ്കിൽ അതിന്റെ ലേബലിംഗ് എന്നല്ല അതിന്റെ പാക്കിങ്ങിലോ അതിന്റെ കളറിലോ എന്തെങ്കിലും ചേഞ്ചസോട് കൂടി മാത്രമാണ് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ വിപണിയിൽ വിൽക്കാനായി പാടുള്ളൂ. രണ്ട് മരുന്നുകളും സിമിലർ ആയിട്ട് വിപണിയിൽ വിൽപ്പന നടത്താൻ പാടില്ല. ബ്രാൻഡഡ് ഡ്രഗ്സുകള് ജനറിക് ഡ്രഗ്സുകളിൽ നിന്ന് അതിന്റെ കളറിലോ വലിപ്പത്തിലോ ഫേസിലോ അതല്ലെങ്കിൽ അതിന്റെ ലേബലിംഗിന്റെ എന്തെങ്കിലും വ്യത്യാസങ്ങളോട് കൂടി മാത്രമാണ് മാർക്കറ്റിൽ അവർക്ക് അത് സെയിൽ ചെയ്യാനായി പാടുള്ളൂ. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? അതെങ്കിൽ നമ്മ പറയാറില്ലേ മാർക്കറ്റിൽ അതിന്റെ ഡിറ്റോ കോപ്പി കിട്ടാറുണ്ടെന്ന് പറയാറില്ലേ. ആ ഒരു സെയിം സാധനത്തിന്റെ ഡിറ്റോ കോപ്പി കിട്ടാറുണ്ട് അല്ലെ. ഡിറ്റോ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണുമ്പോഴല്ലേ സെയിം ആയിരിക്കും അല്ലെ, ഒരേപോലെ തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് അതായത് നമുക്ക് കാണുമ്പോ എന്താണ് രണ്ടും ഒരേപോലെ ഇരിക്കുന്നത്, സെയിം ആണ് അല്ലെ അല്ലേ. പക്ഷെ ഇതിൽ പറയുന്നത് ആ ഒരു ജനറിക് ഡ്രഗിന്റെ സാദൃശ്യത്തോടു കൂടി ഉപസാദൃശ്യത്തോടു കൂടി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ വിപണിയിൽ വിൽപ്പന നടത്താൻ പാടില്ല. ഒന്നില്ലെങ്കിൽ അതിന്റെ കളറിൽ ചേഞ്ചസ് വേണം, അതല്ലെങ്കിൽ അതിന്റെ ലേബലിംഗിൽ ചേഞ്ചസ് വേണം, അതല്ലെങ്കിൽ അതിന്റെ സൈസിൽ എന്തെങ്കിലും ചേഞ്ചസോട് കൂടി മാത്രമാണ് നമുക്ക് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ വിപണിയിൽ വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ഇപ്പൊ നമ്മ പാരസെറ്റാമോളിന്റെ വേറെ കുറെ ക്രോസിന് പെനഡോള് അല്ലെ ഡോളൊക്കെ പറഞ്ഞ് സെയിം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഇല്ലേ? പാക്കിങ്ങിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ, അതല്ലെങ്കിൽ അതിന്റെ ആ പാക്കിങ്ങിന്റെ കളറിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ, അതല്ലെങ്കിൽ അതിന്റെ ഷേപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ മനസ്സിലായോ
എന്താണെന്ന് മനസ്സിലായോ മിസ് പറഞ്ഞത്? അപ്പൊ എന്താണ്, നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കണമെങ്കിൽ എന്താണ്, ജനറിക് ഡ്രഗിന്റെ പോലെ അതേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. ജനറിക് ഡ്രഗ്സുകൾക്ക് എന്താണ്, നോർമലി ഓൾവേസ് കവേർഡ് അല്ലെ, ജനറിക് ഡ്രഗ്സുകൾക്ക് എല്ലായ്പ്പോഴും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് tested and approved by the FDA. എന്താണ്, നമുക്ക് ഈ ഒരു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അതായത് FDA ചെക്ക് ചെയ്തത്, അവര് ടെസ്റ്റ് ചെയ്ത് അവര് അപ്രൂവ് തന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ യൂസ് ചെയ്യാനായി പാടുള്ളൂ. ജനറിക് ഡ്രഗ്സുകളും എന്താണ്, ഈ ഒരു നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സുകളിൽ നിന്ന് വേറെ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുന്ന ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് may differ. ബട്ട് എന്താണ്, ക്ലിയർ ആവുന്നില്ല അല്ലെ? ബട്ട് പ്രൂവൻലി അക്സെപ്റ്റബിൾ ബൈ ദി FDA. പക്ഷെ എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്താണ്, നമ്മുടെ FDA അപ്രൂവ് ചെയ്ത, ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ജനറിക് ഡ്രഗ്സുകളിലും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇത് എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇല്ല അല്ലെ? എഴുതിയെടുക്കുന്നുണ്ടോ അത്? ഒന്നുകൂടെ പറയാം മിസ്. അപ്പൊ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അത്രക്ക് ക്ലിയർ അല്ല അല്ലെ? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ബ്രാൻഡ് ഡ്രഗ്സിൽ എന്താണ്, ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദി FDA. ബ്ലർ ആണ് അല്ലെ? എന്താണ്, ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദി FDA. എന്താണ്, ഈ ഒരു ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ടെസ്റ്റിന് വേണ്ടി, കളറിന് വേണ്ടി, ടേസ്റ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാനായി സാധിക്കുകയുള്ളൂ. ജനറിക് ഡ്രഗ്സിൽ എന്താണ്, മേ ഡിഫർ, അതായത് നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സിൽ നിന്ന് ഈ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഡിഫർ ആയിരിക്കും. but provenly acceptable proven to be എന്നാണ് കേട്ടോ, proven to be acceptable by the FDA. proven to be acceptable by the FDA. എന്താണ്, നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സിൽ നിന്ന് വ്യത്യാസമായിരിക്കും. പക്ഷെ എന്താണ്, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്ത്, ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം, പ്രൂവൻ ചെയ്തതിന് ശേഷമാണ് ജനറിക് ഡ്രഗ്സുകളിലും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്ട്രെങ്ത് ആൻഡ് ഡോസേജ് അല്ലെ? നമുക്ക് ആ ഒരു ജനറിക് ഡ്രഗ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡഡ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം അല്ലെ, സ്ട്രെങ്ത്തും അതിന്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ്സും അതിന്റെ സ്റ്റോറേജും എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം അല്ലെ? ഡോസേജും അല്ലെ? ഇപ്പൊ പാരസെറ്റാമോൾ അല്ലെങ്കിൽ അസിത്രോമൈസിൻ അതല്ലെങ്കിൽ അതൊക്കെ നമ്മ എന്താണ്, ഒരു ദിവസത്തിൽ 2 നേരം 500 ml കഴിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ നമ്മ ബ്രാൻഡഡ് ഡ്രഗ്സും കഴിക്കേണ്ടത്? 500 കഴിക്കുന്നതോടത്ത് ബ്രാൻഡഡ് ഡ്രഗ്സ് നമുക്ക് 650 കഴിക്കാൻ പാടുണ്ടോ? പാരസെറ്റാമോൾ 500 കഴിക്കേണ്ടടുത്ത് ഡോളോ 650 കഴിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? സെയിം ആ ഒരു അളവിൽ തന്നെയായിരിക്കണം അല്ലെ? ആ ഒരു ഡോസേജിൽ, ആ ഒരു ഡോസിൽ തന്നെയായിരിക്കും കഴിക്കേണ്ടത്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ എന്താണ് ഡോസേജും എങ്ങനെയായിരിക്കും? ഡിഫറൻസ് ഇല്ല അല്ലെ? ഒരേപോലെ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അപ്പിയറൻസ് ഓർ ലുക്ക് അല്ലെ? എഴുതിയെടുത്തോ മക്കളെ? സ്ട്രെങ്ത്തും ഡോസേജും എഴുതിയെടുത്തോ? നോ ഡിഫറൻസ്, രണ്ട് സൈഡിലും നോ ഡിഫറൻസ്, ഡിഫറൻസ് ഇല്ല. നെക്സ്റ്റ് പറയുന്നത് അപ്പിയറൻസ് ആൻഡ് ലുക്ക്. മിസ് നേരത്തെ പറഞ്ഞു എന്താണ്, ബ്രാൻഡഡ് ഡ്രഗ്സുകൾ ജനറിക് ഡ്രഗ്സുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പിയറൻസിലെ, ലുക്കിലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നോക്കിയേ, ബ്രാൻഡഡ് ഡ്രഗ്സുകളില് ഡ്രഗ്സ് ആർ standard in size, color, packaging, etc. Color, packaging, etc.
drugs are standard in size, color, package, etc. Next, generic drugs കളിൽ എന്താണ് packaging and the drug itself. Packaging and the drug itself may look different. Packaging and the drug that may look different. അല്ലേ? എന്താണ് നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ആയിരിക്കും അല്ലെ. നമ്മ സാധനങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ലുക്കില് അതിന്റെ പാക്കിങ്ങിൽ എങ്ങനെയായിരിക്കും ഒരു നിലവാരം ഉണ്ടായിരിക്കും അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യില്ലേ അവര് ആ ഒരു ബ്രാൻഡഡ് കമ്പനി അല്ലേ. ബ്രാൻഡഡ് കമ്പനി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതെന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സുകളില് അതിന്റെ സൈസില് അതിന്റെ കളറില് അതിന്റെ പാക്കേജിങ്ങില് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ ജനറിക് ഡ്രഗ്സുകൾ എന്താണ് അതിന്റെ പാക്കേജിങ്ങിലും ആ ഡ്രഗ്സ് ഇറ്റ്സെൽഫ് അതായത് ആ ഡ്രഗ്സ് കാണുന്നതിലും അല്ലെ അതിന്റെ ലുക്കിലും എന്തെങ്കിലും നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? എഴുതിയില്ല? അതെല്ലാവരും എഴുതിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് തേർഡ് പോയിന്റ് ഇൻഷുറൻസ് കവറേജ് കേട്ടോ. ഇൻഷുറൻസ് കവറേജ് എന്താണ്? ബ്രാൻഡഡ് ഡ്രഗ്സ് എങ്ങനെയാണ് കവേർഡ് ഇഫ് നോ ജനറിക് ഫോം എക്സിസ്റ്റ്. അതായത് നമ്മുടെ എന്താണ് ജനറിക് മരുന്നുകളെ പോലെ അല്ലെങ്കിൽ അതേപോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കവറേജ്, ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു. ഓക്കെ ആണോ? കവേർഡ് ഇഫ് നോ ജനറിക് ഫോം. നമ്മുടെ ജനറിക് ഡ്രഗ്സിന്റെ ആ ഒരു ഫോം ലുക്കിലോ അതേപോലെ തന്നെ അല്ല ഇതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ എന്ത് ലഭിക്കുന്നു? ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു. പക്ഷെ എന്താണ് ജനറിക് ഡ്രഗ്സുകൾക്ക് നോർമലി ഓൾവേസ് കവേർഡ്, ജനറിക് മരുന്നുകൾക്ക് എല്ലായ്പ്പോഴും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു. ഓക്കെ അല്ലേ? ആര്യ കിട്ടിയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, ഇനി ഇതിൽ നോക്കിയേ ജനറിക് വേഴ്സ് ബ്രാൻഡ് അല്ലെ. ജനറിക് ഡ്രഗ്സും ബ്രാൻഡ് ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം ഇനി എനിക്ക് ഇത് പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. When it comes to the difference between generic and brand drugs, the generic version of a drug while differ in certain characteristics അല്ലെ. നോക്കിയേ ജനറിക് ഡ്രഗ്സും നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സും തമ്മിൽ എന്താണ് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ജനറിക് വേർഷൻ ഓഫ് എ ഡ്രഗ് different certain characteristics. നമ്മുടെ ജനറിക് ഡ്രഗ്സ് എന്താണ് നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സിൽ നിന്ന് പല ക്യാരക്ടറിസ്റ്റിക്സിലും പല സവിശേഷതകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. such as inactive ingredients including colors and flavoring അല്ലെ. അതിൽ എന്ത് പെടുന്നുണ്ട്? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. നമ്മ ആ ടേബിളിൽ പഠിച്ചില്ലേ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഡിഫറൻസ് ആണെന്ന് പഠിച്ചില്ലേ? അപ്പൊ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക്സില് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് രണ്ടിലും വ്യത്യാസം ഇൻക്ലൂഡിങ് കളേഴ്സ് ആൻഡ് ഫ്ലേവറിംഗില് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. when differs such as certain inactive ingredients, example coloring, are essential in the care of particular patient, it may be appropriate for the prescribing physician to require that a specific brand be dispensed for a particular patient. എന്താണ് പ്രത്യേക രോഗികൾക്ക് അവരുടെ പരിചരണത്തിന്റെ അല്ലെ കെയറിലെ എന്താണ് ചില നിർദ്ദിഷ്ട അതായത് ചില ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് പോലുള്ള ഘടകങ്ങൾ എന്താണ് വ്യത്യാസങ്ങൾ ആവശ്യമുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് ഡോക്ടേഴ്സിന് ആ ഒരു പെർട്ടിക്കുലർ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ എന്താണ് ഈ ഒരു പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്താ വെച്ചാല് ചില പേഷ്യൻസിന് ചില മരുന്നുകൾ അല്ലെ കഴിക്കുമ്പോ അലർജി പ്രോബ്ലംസ് ഉണ്ടാവാറില്ലേ? ഫ്ലേവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കളറ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഡോക്ടറോട് ഇങ്ങനെ പറയാണ് ആ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് അലർജി ഉണ്ടാവാറുണ്ടെന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യും? വേറെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഡ്രഗ്സ് അവർക്ക് എഴുതി കൊടുക്കൂലേ?
അപ്പൊ അതല്ലെങ്കിൽ നമ്മ കുഞ്ഞുങ്ങൾക്ക് പറയാണ് ഈ ഒരു മരുന്ന് കഴിക്കില്ല, ആ ഒരു ഫ്ലേവറിലുള്ള മരുന്ന് കഴിക്കില്ല എന്ന് പറയുമ്പോഴ് ഡോക്ടേഴ്സ് നമുക്ക് വേറൊരു ബ്രാൻഡ് നെയിം എഴുതി തരാറുണ്ടോ? അപ്പൊ എന്താ, ഡോക്ടർക്ക് ചില സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ രോഗികളുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അവർക്ക് എന്താണ് വ്യത്യാസങ്ങൾ വരുത്തി അവർക്ക് ചില പ്രത്യേക ബ്രാൻഡഡ് മരുന്നുകൾ എഴുതി കൊടുക്കുന്നത് ഉചിതമായിരിക്കും. ഇപ്പൊ ചില പേഷ്യൻസിന് എന്താണ് നമ്മുടെ പാരസെറ്റാമോൾ ഒക്കെ കഴിക്കുമ്പോൾ അലർജി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചൊറിഞ്ഞ് കടിക്കുക, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, മെഫ്താള് കഴിച്ചാൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവാറില്ല. അലർജി ഇല്ലാത്ത നമ്മുടെ പെയിൻ കില്ലേഴ്സിൽ തന്നെ അലർജി ഇല്ലാത്ത ഒരു മരുന്നാണ് മെഫ്താള്. അപ്പൊ ഡോക്ടർ അവർക്ക് എന്ത് എഴുതി കൊടുക്കും, മെഫ്താള് എഴുതി കൊടുക്കും. ഓക്കെയാണോ? പാരസെറ്റാമോള്, ഡോളോ അതൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ അലർജി പ്രോബ്ലംസ്? അവരെ ചുണ്ട് വന്ന് വീർക്കും, അല്ലെങ്കിൽ അവർക്ക് ചൊറിച്ചിലുണ്ടാവും, അല്ലേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, മെഫ്താള് അലർജി ഇല്ലാത്ത, പക്ഷെ എന്താണ് സെയിം ഇഫക്റ്റ് തന്നെയാണോ മെഫ്താൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെ? നമ്മുടെ എന്താണ് പെയിൻ മാറുകയല്ലേ, പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുളികയാണ് അല്ലെ മെഫ്താള്. സെയിം ഇഫക്റ്റ് തന്നെയല്ലേ? അപ്പൊ ഡോക്ടർക്ക് ആ സമയത്ത് എന്ത് എഴുതി കൊടുക്കാം, മെഫ്താൾ എഴുതി കൊടുക്കാം, അല്ലെ? അലർജി പ്രോബ്ലം പാരസെറ്റാമോള് കഴിക്കുമ്പോൾ അലർജി പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മെഫ്താള് കൊടുക്കാം. ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ. ഓക്കെയാണോ? അത് അതിലുള്ളത് പറഞ്ഞ ചിലപ്പോ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ മാറ്റി പറയാ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നത്. Okay. Next, even though certain characteristics may differ. എന്താണ്, even though certain characteristics may differ, അല്ലെ? പല ക്യാരക്ടറിസ്റ്റിക്സും വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ എന്താണ്, such as inactive ingredients. നമ്മ മോളിൽ പറഞ്ഞ പോലെ നമ്മ ഫ്ലേവറിന് വേണ്ടി, ടേസ്റ്റിന് വേണ്ടി, കളറിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. In order for the FDA to approve generic drugs, അല്ലെ? ഇതെന്താണ് നമ്മുടെ ജനറിക് ഡ്രഗ്സിലും പാറ്റന്റ് ഡ്രഗ്സിലും എന്താണ് FDA തന്നെയാണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. The distinction between a brand and generic drug cannot affect performance characteristics, safety or effectiveness, അല്ലെ? എന്താണ് നമ്മുടെ ജനറിക് ഡ്രഗ്സിലും നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സിലും അതിന്റെ എന്താണ് പെർഫോമൻസ്, അല്ലെ? പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് നമുക്ക് അത് എഫക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എഫക്റ്റീവ്നെസ്, അതിന്റെ സേഫ്റ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവോ? ഇല്ല, അല്ലെ? രണ്ടിലും ഒരേപോലെ തന്നെയുള്ള പെർഫോമൻസ് പ്രകടനമായിരിക്കില്ലേ കാഴ്ചവെക്കുന്നത്. നമുക്ക് പാരസെറ്റാമോള് കഴിച്ചാല് പെയിൻ റിലീഫ് കിട്ടും, നമ്മുടെ പനി മാറും. അതുപോലെ തന്നെയായിരിക്കില്ലേ നമ്മൾ ക്രോസിൻ കഴിച്ചാലും ഡോളോ കഴിച്ചാലും നമുക്ക് അങ്ങനെ തന്നെയല്ല എഫക്ട് ചെയ്യാം, ഫീൽ ചെയ്യാം. അപ്പൊ അതിന്റെ എന്താണ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്കില്, സേഫ്റ്റിയില്, എഫക്റ്റീവ്നെസ്സില് വ്യത്യാസങ്ങൾ വരുന്നില്ല. ഓക്കെ അല്ലേ? The generic version of a drug will not look like the branded because trademark laws in the US do not allow a generic drug to look exactly like other drugs already on the market. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ US-ലെ ട്രേഡ്മാർക്ക് ലോ അനുസരിച്ച് എന്താണ് നമ്മുടെ ജനറിക് ഡ്രഗ്സിന്റെ ലുക്സ് പോലെ തന്നെ, അല്ലെ? അതിന്റെ കളർ പോലെ, അതിന്റെ സെയിം ഡിറ്റോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിപണിയില് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ സാധിക്കുകയില്ല. ഓക്കെ ആണോ? നമ്മുടെ എന്താണ് US-ലെ ട്രേഡ്മാർക്ക് ലോ അനുസരിച്ച് എന്താണ് നമ്മുടെ ജനറിക് ഡ്രഗ്സുകളുടെ പോലെ തന്നെ, അതായത് ഡിറ്റോ കോപ്പി ആയിട്ട് നമുക്ക് എന്ത് വിൽക്കാൻ പറ്റില്ല എന്ന്, നമുക്ക് ബ്രാൻഡഡ് ഡ്രഗ്സുകൾ വിൽക്കാനോ അതല്ലെങ്കിൽ അതെന്താണ് ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യാനോ സാധിക്കുകയില്ല. അതില് ലുക്സിലോ അപ്പിയറൻസിലോ അതല്ലെങ്കിൽ കളറിലോ സൈസിലോ ലേബലിംഗിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയതിനു ശേഷമാണ് നമുക്കത് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് RX. ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? RX
കണ്ടിട്ടുണ്ടാവുമല്ലോ. എവിടെയാ കണ്ടിരിക്കുന്നേ? എവിടെയാ കണ്ടിരിക്കുന്നേ? പ്രിസ്ക്രിപ്ഷൻ ചീട്ടില് ഹെഡിങ് ആയിട്ട് അല്ലെ, അബ്രിവിയേഷൻ. പ്രിസ്ക്രിപ്ഷൻ ചീട്ടില് ഹെഡിങ് ആയിട്ടല്ലേ അല്ലേ, ഹെഡിങ് ആയിട്ട് ഡോക്ടർ RX എന്ന് എഴുതി ഒരു വരച്ചിട്ടായിരിക്കും അല്ലെ അതിന്റെ അടിയിലെ മരുന്നുകൾ എഴുതി തരുന്നത്. അപ്പൊ നോക്കി RX എന്ന് പറഞ്ഞാല് എന്താണ്? ഡെഫിനിഷൻ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് അല്ലെ, RX ഡെഫിനിഷൻ ഓഫ് RX മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ. RX എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആണ്. The symbol RX is usually said to stands for the Latin word receipt meaning to take. എന്താണ്? നമ്മുടെ RX എന്നുള്ള വേർഡ് യൂഷ്വലി സെറ്റ് ടു സ്റ്റാൻഡ് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള റെസിപ്റ്റിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ടു ടേക്ക് അല്ലെ, എടുക്കുക. അങ്ങനെയല്ലേ മരുന്ന് നമ്മൾ കഴിക്കാനല്ലേ എടുക്കണ്ടേ? മരുന്ന് കഴിക്കാന്നുള്ള മീനിങ്ങിലാണ് ടു ടേക്ക് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സാധാരണയായി എന്താണ്? ടു ടേക്ക്. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് customarily part of the subscription or heading of a prescription. ഇത് സാധാരണയായി ഒരു പ്രിസ്ക്രിപ്ഷന്റെ സൂപ്പർസ്ക്രിപ്ഷൻ അതായത് ഹെഡിങ് ആയിട്ടാണ് ഈ ഒരു RX എഴുതുന്നത് അല്ലെ, ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്? നമുക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരുമ്പോൾ അതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ RX എന്ന് പറഞ്ഞ് എഴുതി ഒരു വര വരച്ചിട്ടല്ലേ അതിന്റെ ഇടയിലല്ലേ മരുന്നുകൾ എഴുതി തരുന്നത്, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം അല്ലേ, എപ്പോഴൊക്കെ കഴിക്കണം എന്നുള്ളത് എഴുതി തരുന്നത്. അപ്പൊ എന്താ? ഇത് സാധാരണയായി എന്താണ്? ഒരു പ്രിസ്ക്രിപ്ഷന്റെ ഹെഡിങ് ആയിട്ട് സൂപ്പർസ്ക്രിപ്ഷനിലെ ഹെഡിങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഷെഡ്യൂൾ ഡ്രഗ്സ് എടുത്തോട്ടെ. Next, scheduled drugs. These drugs which cannot be purchased over the counter without the prescription of a qualified doctor. Like, നമുക്ക് ഈ scheduled drugs എന്താണ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി അല്ലാതെ നമുക്ക് ഈ ഒരു മരുന്നുകള് ഫാർമസി കൗണ്ടറിൽ നിന്ന് ലഭിക്കുകയില്ല. നമുക്ക് ചില മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മരുന്നുകൾ തരാറുണ്ട് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരാറില്ലേ? പാരസെറ്റാമോൾ ഒക്കെ ചോദിച്ചാൽ തരില്ലേ അവര്? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരാറില്ലേ? അപ്പൊ ഈ ഒരു ഷെഡ്യൂൾ ഡ്രഗ്സിൽ പറയുന്ന മരുന്നുകള് എന്താണ്? ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് ഇല്ലാതെ നമുക്ക് ഫാർമസി കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുകയില്ല. ഓക്കെ അല്ലേ? The manufacture and the sales of all drugs are covered under the Drugs and Cosmetic Act of Rules. എന്താണ്? ഈ മരുന്നുകളുടെ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ അതിന്റെ സെയിൽ അല്ലെ, അതിന്റെ വിൽപ്പനയും എന്താണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂളിന്റെ അണ്ടറിലായിരിക്കണം. അതിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഒരു ഷെഡ്യൂൾ ഡ്രഗ്സുകളുടെ മാനുഫാക്ചറിങ്ങും അതിന്റെ വിൽപ്പനയും നടത്തേണ്ടത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? മരുന്നുകളുടെ ഇറക്കുമതി, അതിന്റെ ഉൽപാദനം, അതിന്റെ വിതരണം എന്നിവ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. എന്താണ്? മരുന്നുകളുടെ ഡ്രഗ്സുകളുടെ എന്താണ്? ഇറക്കുമതി അല്ലെ. നമ്മ എന്താണ്? ചില മരുന്നുകൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇറക്കുമതി ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളുടെ ഇറക്കുമതി, മരുന്നുകളുടെ ഉൽപാദനം അല്ലെ, പ്രൊഡ്യൂസിങ് അതായത് മാനുഫാക്ചറിങ്, അതിന്റെ വിതരണം ഡിസ്ട്രിബ്യൂഷൻ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. ഇത് നിലവിൽ വന്നത് 1940-ലാണ്. എന്തിനു വേണ്ടിയാണ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും സുരക്ഷിതത്വവും ഫലപ്രദവും രാജ്യത്തെ ഗുണനിലവാര നിബന്ധനകൾക്ക് അനുയോജ്യമാണെന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത്. നമ്മ വിറ്റഴിക്കുന്ന മരുന്നുകൾ അല്ലെ, രാജ്യത്ത് അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും വിറ്റഴിച്ചാൽ മതിയോ? ഏതെങ്കിലും മരുന്നുകൾ വിറ്റഴിച്ചാൽ മതിയോ?
പോരാ അല്ലെ. എന്താണ് അത് കഴിക്കുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ഫലപ്രദവും ഉറപ്പുവരുത്തണ്ടേ. അത് ഉപയോഗിച്ചത് കഴിഞ്ഞ് അവർക്ക് സേഫ്റ്റി ഉണ്ടോ, അവർക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടോ, അവരെ അസുഖങ്ങൾ മാറുന്നുണ്ടോ അല്ലെ, അവർക്ക് നല്ല ഔട്ട്കമാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണ്ടേ, എൻഷുർ ചെയ്യണ്ടേ. അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന, അതായത് അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസ്. ഓക്കെ ആണോ? ഇതിനോടനുബന്ധിച്ച് ഈ ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിനോടനുബന്ധിച്ച് നമ്മ മരുന്നുകളെ പല ഷെഡ്യൂളുകളായി തിരിക്കുന്നുണ്ട്. എ മുതൽ ഇസഡ് വരെയുള്ള പല ഷെഡ്യൂളുകളാക്കി തിരിക്കുന്നുണ്ട്. ഈ ഷെഡ്യൂളുകളിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് നോക്കിയേ. മരുന്നുകളുടെ വർഗീകരണം അല്ലെ. നമുക്കറിയാം ഓരോ മരുന്നുകളും പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം അല്ലെ. നമ്മ എന്താണ് ടൈപ്സ് ഓഫ് ഡ്രഗ്സുകൾ പറഞ്ഞു അല്ലെ, പറഞ്ഞില്ലേ? നാർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പൊ അതുപോലെ മരുന്നുകൾ മാത്രമാണോ നമുക്ക് കിട്ടുന്നത്? മരുന്നുകൾ മാത്രമാണോ ഉള്ളത്? ഡ്രഗ്സുകൾ മാത്രമാണോ? അല്ല അല്ലെ. കോസ്മെറ്റിക്സ് പോലെയുള്ള സാധനങ്ങൾ, നമുക്ക് സ്കിന്നുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കുള്ളവർക്ക് പലതരത്തിൽ കോസ്മെറ്റിക്സ് പോലെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അല്ലെ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണ്ടേ, വർഗീകരിക്കണ്ടേ. അപ്പൊ ഇങ്ങനെയുള്ള വർഗീകരണം, പിന്നെ ഓരോ മരുന്നുകളുടെയും സ്റ്റോറേജ് അല്ലെ. ഓരോ തരത്തിൽ പെടുന്ന മരുന്നുകൾ പല രീതിയിലല്ലേ നമ്മ മരുന്നുകൾ സ്റ്റോറേജ് ചെയ്യുന്നത്. നർക്കോട്ടിക് ഡ്രഗ്സുകള്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകള് അല്ലെ, ആന്റിബയോട്ടിക്സ്. അപ്പൊ എന്താണ് മരുന്നുകളുടെ സ്റ്റോറേജ്, അതിന്റെ വിൽപ്പന, ആ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ എന്നിവയെ കുറിച്ചുള്ള നിബന്ധനകൾ ഈ ഒരു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടില് ഉൾപ്പെടുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ആ ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള് ഓക്കെയാണ്. 1940 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള് നിലവിൽ വന്നത്. ഇതെന്താണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് അല്ലെ. മരുന്നുകളുടെ ഇറക്കുമതി, ഉൽപാദനം, വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസ്. ഇതിലെന്താ പറയുന്നത്? എന്താണ് നമ്മൾ വിറ്റഴിക്കുന്ന അല്ലെ, രാജ്യത്ത് വിറ്റഴിക്കുന്ന മരുന്നുകളുടെ സുരക്ഷിതത്വവും ഫലപ്രദവും രാജ്യത്തെ ഗുണനിലവാര നിബന്ധനകൾക്ക് അനുസൃതമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഓക്കെ അല്ലേ? ഈ നിയമം അനുസരിച്ച് നമ്മ മരുന്നുകളെ, പല മരുന്നുകളെ ഈ ഇതനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ മരുന്നുകളെ പല കാറ്റഗറൈസ് ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ, ഷെഡ്യൂളുകളായിട്ട് തിരിക്കുന്നുണ്ട്. ആ ഒരു ഷെഡ്യൂളുകളിൽ എന്താണ് മരുന്നുകളുടെ വർഗീകരണം അല്ലെ. ഓരോ മരുന്നുകളും ഏത് ഷെഡ്യൂളിലാണ് പെടുന്നത്, ഓരോ ഷെഡ്യൂളിലും വരുന്ന മരുന്നുകൾ എങ്ങനെയായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെ, അവരുടെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, അവരുടെ എന്താണ് മരുന്ന് കുറിപ്പടിയിലെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കണം എന്നിവയെ കുറിച്ചുള്ള നിബന്ധനകൾ ഈ ഒരു ആക്ടില് ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, a drug, medicine or ഇതിൽ കുറച്ച് കൺഫ്യൂഷൻസ് വരാം കേട്ടോ മിസ് വായിക്കുന്നതിൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ, മിസ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. a drug, medicine or other substance specified in any direction given by secretary of state under section 28U of the act as being a drug, medicine or other substance which may not be ordered for patients in the provision of medical services under the contract or except where the condition in clause 291 are satisfied. മക്കളെ ആ സാറ്റിസ്ഫൈഡ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. പിന്നെ ബാക്കി വന്നിരിക്കുന്നത് റിപ്പീറ്റേഷൻ ആണ്. ഇപ്പൊ നമ്മ വായിച്ചത് തന്നെ ബാക്കി പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. ഈ വിച്ച് വരെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ.
a drug, medicine or other substance മുതല which വരെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ? നെക്സ്റ്റ് under section sorry can only be ordered എന്ന് പറഞ്ഞിട്ടില്ലേ? അതിന്റെ മുമ്പിൽ scheduled drugs എന്നൊന്ന് ചേർക്കാം. Scheduled drugs can be ordered for specified patients and specified purpose. ശരിയാക്കിയോ? ഓക്കെ ആക്കിയോ? അത് ഒന്നുകൂടെ പറയണം. ഇപ്പൊ മിസ് 291 ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. പിന്നെ അവിടെ നിന്ന് എ ഡ്രഗ്, മെഡിസിൻ ഓർ അതർ സബ്സ്റ്റൻസ് വിച്ച് ഈസ് സ്പെസിഫൈഡ് അത് മുതൽ വെട്ടിയിട്ട് വിച്ച് വരെ വെട്ടിക്കളയാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ അത്. എന്നിട്ട് ക്യാൻ ഓൺലി ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അവിടെ ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് കൊടുക്കാം. ക്യാനിന് മുമ്പ് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ ആയോ? ഇനി ഇപ്പൊ മിസ് വായിച്ചത് എന്താണ്? നിയമത്തിന്റെ സെക്ഷൻ അല്ലെ? നമ്മുടെ എന്താണ് ഡ്രഗ് 28U പ്രകാരം സെക്രട്ടറീസ് ഓഫ് സ്റ്റേറ്റ് അണ്ടർ സെക്ഷൻ പറഞ്ഞിരിക്കുന്ന സെക്രട്ടറി നൽകിയിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു മരുന്ന് തന്നെ, അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ? മിസ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസോ അല്ലെങ്കിൽ മെഡിസിനോ അല്ലെങ്കിൽ ഡ്രഗ്, റിപ്പീറ്റേഷൻ ഇല്ല. ഓക്കെ. മിസ്സിന്റെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസ് ഈ കരാറിന് കീഴിലുള്ള മെഡിക്കൽ സേവനം നൽകുമ്പോൾ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി ഓർഡർ ചെയ്യാൻ പാടില്ലാത്ത മരുന്നോ അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസോ ആണ്. അതുകൊണ്ട് 291 വകുപ്പുകളിലെ വ്യവസ്ഥകൾ ബാധകമാണ്. എന്ന് വെച്ചാൽ ഈ 28U എന്നുള്ള അണ്ടറിൽ വരുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാല് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളില്ലേ? നിങ്ങൾക്ക് അതിൽ പറയുന്ന പോലെ പറഞ്ഞ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ മിസ് വേറെ രീതിയിൽ പറയുന്നത്. 28U എന്ന് പറയുന്നത് നമ്മിപ്പോ പറഞ്ഞൂല്ലേ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞില്ലേ? ആ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ നമ്മുടെ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിതരണം ചെയ്യാൻ പാടില്ല. ഓക്കെയാണോ? അത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ വിതരണം ചെയ്യാൻ പാടില്ല. കൂടാതെ ആ ഒരു ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളുടെ ലേബലിംഗില് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളിൽ ഏതൊക്കെ കണ്ടന്റുകളാണ് ഉൾപ്പെടുന്നത്, അത് ഏത് കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് മാനുഫാക്ചർ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള അഡ്രസ് നിർബന്ധമായും അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെയാണോ? അത്രയും ഭാഗം ഓക്കെയാണോ? 28U ഓക്കെയാണോ എല്ലാവർക്കും? 28U അണ്ടറിൽ വരുന്നത് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് ആണ്. ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ്? ആ ഒരു മരുന്നുകള് നമ്മുടെ ഡോക്ടേഴ്സിന്റെ, ക്വാളിഫൈഡ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിതരണം ചെയ്യാൻ പാടില്ല. കൂടാതെ എന്താണ്? ആ ഒരു ഷെഡ്യൂൾഡ് ഡ്രഗ്സിന്റെ ലേബലിംഗില് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ആ ഒരു ഷെഡ്യൂൾഡ് ഡ്രഗ്സില് ഏതൊക്കെ കണ്ടന്റുകളാണ് ഉൾപ്പെടുന്നത്, അത് ഏത് മാനുഫാക്ചറർ ആണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെയാണോ? ഇനി നെക്സ്റ്റ് പറയുന്നത് 291 ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു മരുന്ന് ഒരു ഫാർമസിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിതരണം ചെയ്യുകയോ അതല്ലെങ്കിൽ ആ രോഗിക്ക് ഓർഡർ ചെയ്ത് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നിയമപ്രകാരം അല്ലെ നിയമ നടപടിക്രമങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഓക്കെയാണോ? അതാണ് അതിൽ പറയുന്നത്. അപ്പൊ നിയമ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് അവർക്കെതിരെ കേസുകളൊക്കെ വന്ന് അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് 1 വർഷം വരെ തടവും 20,000 രൂപ വരെ പെനാൽറ്റിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെയാണോ? ഷെഡ്യൂൾ ഡ്രഗ്സുകൾ 28U എന്ന് പറഞ്ഞാല് എന്താണ് അണ്ടറിൽ വരുന്നത്? ഷെഡ്യൂൾ ഡ്രഗ്സുകളാണ്. ഈ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ എന്താണ്? ഒരു ഡോക്ടറുടെ, ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വിൽപ്പന നടത്താൻ അല്ലെ അവർക്ക് സപ്ലൈ ചെയ്യാൻ പാടില്ല. കൂടാതെ ഷെഡ്യൂൾ ഡ്രഗ്സുകളുടെ ലേബലിംഗിൽ നിർബന്ധമായിട്ടും അതിൽ ഏത് കണ്ടന്റുകളാണ് അടങ്ങിയിരിക്കുന്നത്, അത് ഏത് മാനുഫാക്ചറർ ആണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഉൾപ്പെടുത്താതെയോ അതല്ലെങ്കിൽ എന്താണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ടോ ഇല്ലാതെ ഒരു ഫാർമസിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഈ മരുന്നുകൾ രോഗിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് അത് ഓർഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണോ? 291 ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കുക കേട്ടോ. ഒരു മെഡിക്കൽ സാക്ഷിയുടെ നിക്ഷേപം. ഓക്കെയാണോ? അതിൽ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? പറഞ്ഞേ ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഇനി നിങ്ങൾക്ക് A മുതൽ Z വരെയുള്ള ഷെഡ്യൂളുകളില് ഏതൊക്കെ മരുന്നുകളാണ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതില് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ ഡ്രഗ്സിൽ. അപ്പൊ അത് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. അപ്പൊ അത് പഠിക്കാം കേട്ടോ. ഒരുപാടുണ്ട്. A മുതൽ Z വരെ 26 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? ക്ലാസ് ക്ലിയർ അല്ലേ? നമ്മുടെ ഡിപ്ലോമയുടെ ഫാർമസി എന്നുള്ള ചാപ്റ്റർ പോലെയല്ല അല്ലെ, ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.